വർദ്ധിച്ചതായി ഓഫീസ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. മാർച്ച് മുതൽ മെയ് വരെയുള്ള 3 മാസ കാലയളവിൽ തൊഴിലില്ലായ്മ നിരക്ക് 4.5% നിന്ന് 4.6% ഉയർന്നു. ഇത് കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ്. ഏപ്രിൽ മാസത്തിൽ ഏർപ്പെടുത്തിയ നാഷണൽ ഇൻഷുറൻസ് കോൺട്രിബ്യൂഷൻ വർധനയും കുറഞ്ഞ വേതന നിരക്കിന്റെ വർധനവും കമ്പനികളെ പുതിയ ജോലിക്കാരെ നിയമിക്കുന്നതിൽ നിന്നും ഒഴിവായ ജോലി സ്ഥാനങ്ങൾ നികത്തുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചതായി ONS ഡയറക്ടർ ലിസ് മക്കിയോൺ ചൂണ്ടിക്കാട്ടി. ഇതിന്റെ ഫലമായി UK-യിലെ ജോലി ഒഴിവുകളുടെ എണ്ണം 7,36,000-ലേക്ക് കുറഞ്ഞു. ശരാശരി വേതന വളർച്ച 5.6% നിന്ന് 5.2%-ലേക്ക് കുറഞ്ഞെങ്കിലും 3.5% പണപ്പെരുപ്പ നിരക്കിനേക്കാൾ ഇത് ഇപ്പോഴും ഉയർന്നു നിൽക്കുന്നു. ഇത് തൊഴിലാളികൾക്ക് ഒരു പരിധി വരെ ആശ്വാസം നൽകുന്നുണ്ട്. ചാൻസലർ റേച്ചൽ റിവ്സ് കഴിഞ്ഞ ഒക്ടോബറിലെ ബജറ്റിൽ പ്രഖ്യാപിച്ച 25 ബില്യൺ പൗണ്ടിന്റെ ജോലി നികുതി വർധനവ് സമ്പദ് വ്യവസ്ഥയിൽ വലിയ വളർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. ഈ നികുതി വർധനവ് ചെറുകിട വ്യവസായങ്ങളെയും ഹൈസ്ട്രീറ്റ് ബിസിനസ്സുകളെയും പ്രതികൂലമായി ബാധിച്ചതായി ലിബറൽ ഡെമോക്രാറ്റിക് വക്താവ് ഡെയ്സി കൂപ്പർ വിമർശിച്ചു. തൊഴിൽ മന്ത്രി ആലീസ് മക്ബെയ്ൻ ലേബർ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം 5 ലക്ഷം പേർക്ക് കൂടി തൊഴിൽ ലഭിച്ചതായി അവകാശപ്പെട്ടെങ്കിലും കൺസർവേറ്റീവ് നേതാവ് ആൻഡ്രൂ ഗിഫറ്റ് ഈ നികുതി വർധനവ് തൊഴിൽ വിപണിയെ ദുർബലപ്പെടുത്തിയെന്ന് ആരോപിച്ചു. ബുധനാഴ്ച നടക്കാനിരിക്കുന്ന സ്പെൻഡ് റിവ്യൂവിൽ NHS, പ്രതിരോധം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകൾക്ക് മുൻഗണന ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ മറ്റ് വകുപ്പുകൾക്ക് ബജറ്റ് വിഹിതം കുറയാനിടയുണ്ട്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ആൻഡ്രൂ ബെയ്ലി വേതന വളർച്ചയിലെ മന്ദഗതി പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നതായി സൂചിപ്പിച്ചു. എന്നാൽ ജൂൺ 19 നടക്കുന്ന അടുത്ത യോഗത്തിൽ പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത കുറവാണ്.